UDF മേഖലാ ജാഥകൾ മാറ്റിവെക്കണമെന്ന കെ മാണിയുടെ ആവശ്യം കോൺഗ്രസ് തള്ളി. ആരുടെയും ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ലെന്നും നിശ്ചിത സമയത്ത് തന്നെ ജാഥകൾ നടക്കുമെന്നും VM സുധീരൻ പറഞ്ഞു. സർക്കാർ ശരിയായ വഴിയിലൂടെയല്ല പോകുന്നതെന്ന് KPCC യോഗത്തിൽ സുധീരൻ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാകുമെന്ന് രമേശ് ചെന്നിത്തലയും യോഗത്തിൽ വ്യക്തമാക്കി. വീരേന്ദ്രകുമാറിന്റെ പാലക്കാട് തോൽവിയെക്കുറിച്ചുള്ള ഉപസമിതി റിപ്പോർട്ട് UDF കൺവീനർ മുഖ്യമന്ത്രിക്ക് കൈമാറി. ബാർക്കോഴയിൽ അന്വേഷണം പൂർത്തിയായതിനു ശേഷം മേഖലാ ജാഥകൾ നടത്തിയാൽ മതിയെന്ന മാണിയുടെ നിർദ്ദേശം കോൺഗ്രസ് തള്ളി. KPCC നിർവാഹക സമിതി ചേരുന്നതിനു മുമ്പ് മുതിർന്ന നേതാക്കൾ KM മാണിയുടെ നിർദ്ദേശം ചർച്ച ചെയ്തു. ജാഥ മാറ്റിവെക്കാമെന്ന സൂചനയോടെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇതിനെതിരെ VM സുധീരനും VD സതീശനും കടുത്ത നിലപാടെടുത്തു. ജാഥ മാറ്റിവെച്ചാൽ കോൺഗ്രസ് ഉണ്ടാകില്ലെന്ന് സതീശൻ തുറന്നടിച്ചു. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ജാഥയുടെ തീയതി മാറ്റാനാകില്ലെന്ന് VM സുധീരനും നിലപാടെടുത്തു. തുടർന്ന് ചേർന്ന KPCC യോഗത്തിലും നേതാക്കൾ ഈ നിലപാട് ആവർത്തിച്ചു. ആരുടെയും അമിത സമ്മർദ്ദത്തിന് വഴങ്ങാനാകില്ലെന്ന് സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് UDFന്റെ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്, അതല്ലാണ്ട് ഏകപക്ഷീയമായ തീരുമാനമല്ലല്ലോ. UDFലെ എല്ലാ കക്ഷികളുടെയും നേതാക്കൾ, ഏറ്റവും പരമോന്നത നേതാക്കൾ പങ്കെടുത്ത് തയ്യാറാക്കിയ ഒരു UDFന്റെ ഒരു മേജർ പ്രോഗ്രാമാണത്. ആ പ്രോഗ്രാമിലൊന്നും ആരെങ്കിലും വിട്ടു നിൽക്കും മാറി നിൽക്കും എന്ന് കരുതുന്നത് ഒട്ടും ശരിയല്ല. ചൊവ്വാഴ്ച ചേരുന്ന UDF കക്ഷി നേതാക്കളുടെ യോഗത്തിൽ കോൺഗ്രസ് നിലപാടറിയിക്കും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും യോഗത്തിൽ VM സുധീരൻ വിമർശിച്ചു. ശരിയായ ദിശയിലല്ല സർക്കാരിന്റെ പോക്ക്. മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. ബാർക്കോഴയിൽ അന്വേഷണം ഇഴയുകയാണെന്ന A ഗ്രൂപ്പിന്റെ വിമർശനങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി മറുപടി നൽകി. വിജിലൻസ് സ്വതന്ത്ര ഏജൻസിയാണ്, സമ്മർദ്ദം ചെലുത്താൻ ആരും ശ്രമിക്കേണ്ടെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. പാലക്കാട് വീരേന്ദ്രകുമാറിന്റെ തോൽവിയിൽ 4 കോൺഗ്രസ് നേതാക്കൾക്കെതിരായ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന ഉപസമിതി റിപ്പോർട്ട് കൺവീനർ PP തങ്കച്ചൻ മുഖ്യമന്ത്രിക്ക് കൈമാറി. MR സജേഷ്, തിരുവനന്തപുരം. ബാർക്കോഴ അന്വേഷണത്തിൽ വിജിലൻസ് അന്വേഷണ സംഘം ജോസ് കെ മാണിയെയും മാണിയുടെ ഭാര്യ കുട്ടിയമ്മയെയും ചോദ്യം ചെയ്യും. അന്വേഷണത്തിനൊടുവിൽ ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയും രേഖപ്പെടുത്തും. അടുത്ത ആഴ്ചയോടെ PC ജോർജിന്റെയും മൊഴിയെടുക്കും. കൂടുതൽ സാഹചര്യ തെളിവുകൾ പുറത്തു വന്നാൽ മാണിയെ വീണ്ടും ചോദ്യം ചെയ്യും. എന്നാൽ തൊണ്ടി മുതലായ കോഴപ്പണം ഇനിയും കണ്ടെടുക്കാൻ വിജിലൻസിന് സാധിച്ചിട്ടില്ല. വിജിലൻസ് തന്നെ ചോദ്യം ചെയ്തതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് KM മാണി. തന്റെ ഭാഗം കേൾക്കുക മാത്രമാണ് ചെയ്തതെന്നും മാണി കോട്ടയത്ത് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ അടുത്ത ദിവസം എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും. ബാർക്കോഴ കേസിലെ വിജിലൻസ് അന്വേഷണം തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആ ഉറപ്പ് ലംഘിച്ചിരിക്കുകയാണെന്നും VS പറഞ്ഞു. അഴിമതിക്കെതിരെ പിള്ളയുമായി അല്ല, ആരുമായും സഹകരിക്കുമെന്നും VS വ്യക്തമാക്കി. വിജിലൻസിന്റെ യാതൊരു ഉദ്യോഗസ്ഥന്മാരെയും യാതൊരു കാരണവശാലും മാറ്റുന്നതല്ല എന്ന് സഭയ്ക്കാണ് ഉമ്മൻചാണ്ടി ഉറപ്പ് നൽകിയത്. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ഓർക്കുമല്ലോ, അതാണ് ഇപ്പം ലംഘിച്ചിരിക്കുന്നത്. പാലക്കാട് തോൽവിയെക്കുറിച്ച് അന്വേഷിച്ച UDF ഉപസമിതി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് DCC സെക്രട്ടറി P ബാലഗോപാൽ. തെരഞ്ഞെടുപ്പ് ചുമതലകളൊന്നും തനിക്കുണ്ടായിരുന്നില്ലെന്ന് ബാലഗോപാൽ പാലക്കാട്ട് പറഞ്ഞു. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളി പിടിയിലായി. മഹാരാഷ്ട്ര ATS ആണ് പൂനെയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 75-ലെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയും മാവോയിസ്റ്റ് ബുദ്ധികേന്ദ്രവുമാണ് മുരളി കണ്ണമ്പിള്ളി. മാവോയിസ്റ്റ് സംഘടനകളുടെ പ്രത്യയശാസ്ത്ര ചുമതലയുള്ള മുതിർന്ന നേതാവാണ് മുരളി കണ്ണമ്പിള്ളി. പൂനെയിൽ വെച്ച് മഹാരാഷ്ട്ര പോലീസിന്റെ നക്സൽ വിരുദ്ധ സേനയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അടിയന്തരാവസ്ഥക്കാലത്ത് മുക്കം REC കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന നക്സലുകളിൽ പ്രമുഖനായിരുന്ന മുരളി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട രാജന്റെ സഹപാഠിയായിരുന്നു. എറണാകുളം സ്വദേശിയായ മുരളിയെ ഉന്നത വിദ്യാഭ്യാസത്തിനായാണ് മാതാപിതാക്കൾ കോഴിക്കോട്ടേക്ക് അയച്ചതെങ്കിലും മുരളി തെരഞ്ഞെടുത്തത് സായുധ വിപ്ലവത്തിന്റെ പാതയായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്ന മുരളി കണ്ണമ്പിള്ളി ദീർഘകാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കേരള പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. രൂപേഷിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തനം സജീവമായ ഘട്ടത്തിൽ മുരളിയെക്കുറിച്ചും തീവ്രവാദ വിരുദ്ധ സേന അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇയാൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലടക്കം സന്ദർശനം നടത്തിയതായും പോലീസിന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ കാർഷിക ഭൂബന്ധങ്ങളെക്കുറിച്ച് അഗാധമായ അറിവുണ്ടായിരുന്ന മുരളി വ്യാജ പേരിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു. മുരളിക്കൊപ്പം മാവോയിസ്റ്റ് അനുഭാവിയായ CP ഇസ്മായിലിനെയും
മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. ആറന്മുള വിമാനത്താവളം പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലാണെന്ന് KGS ഗ്രൂപ്പ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ പ്രോജക്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും KGS ഗ്രൂപ്പ് പത്തനംതിട്ടയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ പ്രോജക്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുമെന്ന് KGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജെജി ജോർജ് വ്യക്തമാക്കി. പദ്ധതി പ്രോജക്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റ് പ്രധാനമന്ത്രിയുടെ പ്രോജക്ട് മാനേജ്മെന്റ് ഗ്രൂപ്പ് മോണിറ്ററിംഗ് ഗ്രൂപ്പ് PMG പ്രോജക്ട് മോണിറ്ററിംഗ് ഗ്രൂപ്പിൽ കേരളത്തിൽ നിന്ന് ഏതാണ്ട് തെരഞ്ഞെടുത്ത 3-4 മേജർ പ്രോജക്ട്സിനകത്ത് നമ്മുടെ പ്രോജക്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ വകുപ്പ് അനുമതി പിൻവലിച്ചത് സാങ്കേതികം മാത്രമാണെന്നും ഹരിത ട്രൈബ്യൂണൽ പരിസ്ഥിതി അനുമതികൾ റദ്ദാക്കിയതോടെ സാങ്കേതികമായി മറ്റു വകുപ്പുകളിൽ നിന്ന് ലഭിച്ച അനുമതികൾ നിലനിൽക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പരിസ്ഥിതി മന്ത്രാലയം വീണ്ടും നൽകിയിരിക്കുന്ന പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിന് ശേഷം കമ്പനിക്ക് പരിസ്ഥിതി അനുമതി ലഭിക്കുകയാണെങ്കിൽ മറ്റനുമതികൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കഴിഞ്ഞ 5-ാം തീയതി കൂടിയ അവലോകന യോഗത്തിലും അതവർ റീഇറ്ററേറ്റ് ചെയ്യാനുണ്ടായി. എല്ലാം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊജക്റ്റ് ഓപ്പറേഷൻ, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റഡി നടത്തി ഫൈനൽ അപ്രൂവൽ വെച്ച് നിങ്ങൾ അത് പ്രൊസീഡ് ചെയ്യണം. ബാക്കിയെല്ലാം വി വിൽ ടേക്ക് കെയർ ഓഫ് ദ റെസ്റ്റ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അഷ്വറൻസ് ആണ് അന്ന് കിട്ടിയത്. കഴിഞ്ഞ 5-ാം തീയതി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിളിച്ചു ചേർത്ത ഉന്നതാധികാര സമിതിയുടെ യോഗത്തിലും പദ്ധതി പരിഗണിച്ചിരുന്നു. ഈ യോഗത്തിൽ വിമാനത്താവളത്തിനായി വാദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയ ചീഫ് സെക്രട്ടറിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്കെതിരെ ഉയരുന്ന ആശങ്കകൾ അസ്ഥാനത്താണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. SSLC ഫലപ്രഖ്യാപനത്തിൽ വ്യാപകമായ തെറ്റുകൾ പറ്റിയെന്ന് DPI. മൂല്യനിർണ്ണയത്തിലും ഫലപ്രഖ്യാപനത്തിലും വീഴ്ച പറ്റിയെന്ന് DPIയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു. ഇത്തവണത്തെ SSLC പരീക്ഷാഫലത്തിൽ വ്യാപകമായി അപാകതകളുണ്ടായത് സംബന്ധിച്ചാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ഗോപാലകൃഷ്ണ ഭട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഫലപ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും വീഴ്ച പറ്റിയതായി DPIയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ശേഖരിച്ചതിലും പരീക്ഷാഭവൻ മാർക്ക് രേഖപ്പെടുത്തിയതിലും അവ അപ്ലോഡ് ചെയ്തതിലും പിഴവുകളുണ്ടായി. ഇതിനു പുറമെ സോഫ്റ്റ്വെയറിലും സെർവറിലും തകരാറുണ്ടായപ്പോൾ അപാകതകൾ വ്യാപകമായതായി റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് പരാമർശിക്കുകയും ആർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്യുന്നുമില്ല. വീഴ്ചകൾ സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. SSLC പരീക്ഷാഫലത്തിൽ അപാകതകളുണ്ടായപ്പോൾ വിവിധ തലങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും DPIയും വിശദീകരിച്ചിരുന്നു. എന്നാൽ ഫലപ്രസിദ്ധീകരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് DPIയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആലപ്പുഴയിലെ സായി കേന്ദ്രം ഒരാഴ്ചത്തേക്ക് അടച്ചതായി അധികൃതർ അറിയിച്ചു. കായിക താരം ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്നാണ് അടച്ചിടുന്നതെന്നും അധികൃതർ പറഞ്ഞു. മന്ത്രിസഭയിലെ ഏക വനിതാ പ്രതിനിധി PK ജയലക്ഷ്മിയുടെ വിവാഹം നാളെയാണ്. കമ്പളക്കാട് പറളിക്കുന്ന് ചെറുപാടി അനിൽകുമാറാണ് വരൻ. മന്ത്രി കല്യാണം കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ വയനാട്ടിലെ വാളാട് കുറിച്യത്തറവാട്ടിൽ പൂർത്തിയായി കഴിഞ്ഞു. നാളെ കല്യാണമൊക്കെയാണ്. പക്ഷേ മന്ത്രി തലേന്നും തിരക്കിൽ തന്നെ. ഇന്നൽപ്പം മന്ത്രി പദവിയുടെ ഔപചാരികത കുറവുണ്ടെന്നു മാത്രം. പുതുമണവാട്ടിയായി അതിഥികളെ സ്വീകരിക്കുകയാണ് മന്ത്രി. അല്പം ആശങ്കയും നാണവുമെല്ലാം മുഖത്തുണ്ട്. മാനന്തവാടി വാളാടിലെ പ്രമുഖ കുറിച്യത്തറവാട് കല്യാണ തലേന്നുള്ള തിരക്കിലാണ്. കുറിച്യ സമുദായത്തിന്റെ ആചാരപ്രകാരം മുറച്ചെറുക്കൻ അനിൽകുമാറാണ് മന്ത്രിക്ക് താലി ചാർത്തുന്നത്. പരമ്പരാഗത ചടങ്ങുകളോടെയാണ് വിവാഹം. സംസ്ഥാനത്തെ ഏക വനിതാ മന്ത്രിയുടെ വിവാഹത്തിന് നാടൊട്ടുക്ക് ക്ഷണമുണ്ട്. ഭരണപക്ഷവും പ്രതിപക്ഷവും അപ്പാടെ നാളെ വയനാട്ടിലായിരിക്കും. മന്ത്രിമാരിൽ ചിലർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. 3 ഇനം പായസം ഉൾപ്പെടെ സദ്യയൊരുക്കി കല്യാണത്തെ രുചികരമാക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ്. നാളെ രാവിലെ 9:15-നും 10:15-നും ഇടയ്ക്കാണ് മുഹൂർത്തം. മന്ത്രി കുമാരി ജയലക്ഷ്മി നാളെ മുതൽ മന്ത്രി ജയലക്ഷ്മി അനിൽകുമാറാണ്. അനൂപ് കയാർ, വയനാട്. ദുബായിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടം ഒരു മലയാളിയുടെ ഉടമസ്ഥതയിൽ നിർമ്മിക്കാനൊരുങ്ങുന്നു. പ്രമുഖ മലയാളി വ്യവസായിയും RP ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ രവി പിള്ളയുടെ നേതൃത്വത്തിലാണ് RP1 എന്ന കെട്ടിടം നിർമ്മിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം 828 മീറ്റർ ഉയരമുള്ള ദുബായിലെ ബുർജ് ഖലീഫയാണ്. 414 മീറ്റർ ഉയരമുള്ള പ്രിൻസസ് ടവറാണ് ദുബായിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കെട്ടിടം. എന്നാൽ പ്രമുഖ മലയാളി വ്യവസായി രവി പിള്ള ഒരുക്കുന്ന RP1 യാഥാർത്ഥ്യമാകുമ്പോൾ പ്രിൻസസ് ടവറിന്റെ റെക്കോർഡ് മറികടക്കും. കൃത്യമായ ഉയരം പറഞ്ഞിട്ടില്ലെങ്കിലും RP1 ആയിരിക്കും ദുബായിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കെട്ടിടമെന്ന്
RP ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ രവി പിള്ള അറിയിച്ചു. റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും നല്ല മാർക്കറ്റുള്ളത് ഇപ്പോൾ കമ്പയർ ടു സിംഗപ്പൂർ, ലണ്ടൻ ഓർ ഹോങ്കോങ്, മുംബൈ, സിംഗപ്പൂർ ഏറ്റവും ചീപ്പ് ദുബായ് ആണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. ഇപ്പോൾ 2 പ്രോജക്റ്റാണ് ഉടനെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങേണ്ടത്. ഇത് ഫസ്റ്റ് ഇതാണ്. ഇത് 2 മിനിറ്റ് കൊണ്ട് ദുബായ് മാളിലെത്താൻ പറ്റും. നമ്മൾ ഈ RP ഗ്രൂപ്പ് 5.5 ബില്യൺ ദിർഹം ഈ റിയൽ എസ്റ്റേറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇതിൻ്റെ വർക്ക് ഈ ആഴ്ച തുടങ്ങുകയാണ്. ഇത് 2017 പണി തീർക്കും. അത് കഴിഞ്ഞിട്ട് വേറൊരു ഐക്കോൺ 2020 അടുത്ത വർഷം ആദ്യം പണി തുടങ്ങും. അതൊരു ലാൻഡ് മാർക്കായിരിക്കും. നമുക്കെല്ലാം ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനം ഉണ്ടാകുന്ന ഏറ്റവും സുന്ദരമായ ബിൽഡിംഗ്. അതിനകത്ത് പറ്റി പലതുണ്ട്. ദുബായ് ഷെയ്ഖ് സാദ് റോഡിൽ ബുർജ് ഖലീഫയ്ക്ക് സമീപമായിരിക്കും ഈ കെട്ടിടം പണിയുക. ഈ വർഷം പകുതിയോടുകൂടി ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പുതിയ ചുവടുവെപ്പ് നടത്തുന്ന RP ഗ്രൂപ്പിന്റെ ഒട്ടേറെ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നും രവി പിള്ള പറഞ്ഞു. 9,500 കോടി രൂപയുടെ പദ്ധതികളാണ് RP ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടപ്പാക്കുക. ആദ്യ പദ്ധതിയായ RP ഹൈറ്റ്സിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. 2 വർഷത്തിനകം RP ഹൈറ്റ്സ് പൂർത്തിയാകും. പ്രവാസി മലയാളികൾക്കാകെ അഭിമാനിക്കാവുന്ന തരത്തിലാണ് RP ഹൈറ്റ്സും RP1ഉം യാഥാർത്ഥ്യമാകുക. ന്യൂസ് ബ്യൂറോ, ദുബായ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വ്യക്തിപരമായി നരേന്ദ്രമോദി സ്വീകരിച്ച തന്ത്രങ്ങൾ എന്താകും? മോദി നടത്തിയ കാലങ്ങൾ നീണ്ട ആ മുന്നൊരുക്കങ്ങൾ ആദ്യമായി വെളിച്ചം കാണുകയാണ് ദില്ലിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാളിയുമായ NB ഉല്ലേഖ് രചിച്ച വാർ റൂം എന്ന പുസ്തകത്തിലൂടെ. രാഷ്ട്രീയ ഇന്ത്യയുടെ നവീന മുന്നേറ്റം നടത്തിയ മോദിയെ അടുത്തുനിന്ന് കാണുന്ന പുസ്തകം വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്തുക കൂടിയാണ്. മാധ്യമപ്രവർത്തകൻ എന്നതിനപ്പുറം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിമർശനാത്മകമായി വിലയിരുത്തുകയാണ് വാർ റൂം എന്ന പുസ്തകത്തിലൂടെ ഉല്ലേഖ് NP എന്ന മലയാളി മാധ്യമപ്രവർത്തകൻ. ദില്ലിക്ക് അത്ര പരിചിതനല്ലായിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടത്തിയ നീക്കങ്ങൾ, സ്വീകരിച്ച തന്ത്രങ്ങൾ, അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത വ്യക്തികൾ, അവർ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാം വാർ റൂം എന്ന പുസ്തകത്തിലൂടെ ആദ്യമായി ഇന്ത്യൻ വായനക്കാരിലെത്തുകയാണ്. തിരഞ്ഞെടുപ്പിൽ പബ്ലിസിറ്റിയുടെയും പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിന്റെയും പ്രാധാന്യമറിയാവുന്ന മോദി ഇതിനായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിരുന്നു. സ്വന്തം പാർട്ടിക്കാരേക്കാൾ ഐക്യരാഷ്ട്രസഭയിലെ മുൻ ഉദ്യോഗസ്ഥനെയായിരുന്നു ഇക്കാര്യത്തിൽ മോദി വിശ്വസിച്ചത്. ഈ രാഷ്ട്രീയക്കാരല്ലാത്ത അതുപോലത്തെ ഒരുപാട് ആളുകൾ അദ്ദേഹം ഇതിൻ്റെ അകത്ത് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ വാർ റൂം നടത്താൻ വേണ്ടി തന്നെ അദ്ദേഹം ചുമതലപ്പെടുത്തിയത്. വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്റെ സ്വകാര്യ മുറിയിൽ ധ്യാനത്തിലായിരുന്നു നരേന്ദ്രമോദിയെന്ന് ആർക്കും അത്രേ അറിയില്ല. വൻ വിജയം പാർട്ടി വെട്ടിപ്പിടിക്കുമ്പോൾ അതൊന്നും മോദി അറിയുന്നുണ്ടായിരുന്നുമില്ല. ഉച്ചയ്ക്ക് മുറിയിൽ നിന്നിറങ്ങിയ മോദിയെ ആ വിജയവാർത്തയെ അറിയിച്ചത് ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അന്നത്തെ BJP അധ്യക്ഷനുമായിരുന്ന രാജ്നാഥ് സിംഗ് ആണെന്ന് പുസ്തകത്തിലൂടെ ഉല്ലേഖ് വിവരിക്കുന്നു. RSSന്റെയും BJPയിലെ മോദിയുമായി അടുത്ത് പ്രവർത്തിക്കുന്നവരെയും നേരിൽ കണ്ടു നടത്തിയ പഠനത്തിലൂടെയാണ് ഉല്ലേഖ് പുസ്തകം തയ്യാറാക്കിയത്. RSSന്റെ വേണ്ടപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ചിലപ്പം ബന്ധമുണ്ട് എന്ന് പറയാം. രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ വിലയിരുത്തി നിരവധി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അതിന് നേതൃത്വം നൽകിയ മോദിയെയും വിലയിരുത്തി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ ഉല്ലേഖ് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് പാട്യം ഗോപാലിന്റെ പുത്രനാണ്. അച്ഛനും അമ്മയ്ക്കുമാണ് ഉല്ലേഖ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ക്യാമറമാൻമാരായ ഗോപി കടവല്ലൂരിനും രാജീവ് കണ്ണാടിക്കുമൊപ്പം ബിജേഷ് നടുവിൽ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 52ാം വാർഷിക സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. ഡോക്ടർ സതീഷ് ദേശ്പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 52ാം വാർഷിക സമ്മേളനം പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സതീഷ് ദേശ്പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും പ്രത്യേക ക്ഷണിതാക്കളും ഇതര സംസ്ഥാനങ്ങളിലെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളിലെ സൗഹാർദ്ദ പ്രതിനിധികളും ഉൾപ്പെടെ 500 പേർ മെയ് 10 വരെ നീളുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും. ശാസ്ത്രം കെട്ടുകഥയല്ല എന്നതാണ് സമ്മേളനത്തിന്റെ സന്ദേശം. ഉദ്ഘാടന ശേഷം ആരംഭിച്ച പ്രതിനിധി സമ്മേളനത്തിൽ മറ്റൊരു കേരളത്തിന് വേണ്ടി എന്ന വികസന രേഖയുടെയും പുതിയ കേരളം പുതിയ പരിഷത്ത് എന്ന സംഘടനാ രേഖയുടെയും അവതരണവും ചർച്ചയിൽ നടന്നു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, ഡോക്ടർ K രാജേഷ് എന്നിവർ രേഖകൾ അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ മുതൽ ആരോഗ്യം, പരിസരം, ലിംഗനീതി, വിദ്യാഭ്യാസം, വികസനം തുടങ്ങിയ വിഷയങ്ങളിലുള്ള വിഷയസമിതി സംഗമങ്ങൾ നടക്കും. വൈകിട്ട് 6:30 PTB അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ J ദേവിക നിർവഹിക്കും. കേരളീയ സാംസ്കാരിക ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളുടെ ചരിത്രപരമായ വേരുകൾ എന്ന വിഷയമാണ് അവർ അവതരിപ്പിക്കുക. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.